കൊല്ലം അഞ്ചലിൽ ഗൃഹനാഥനെ മർദ്ദിച്ചതായി പരാതി. വിളക്കുപാറ സ്വദേശി രാജേന്ദ്രനെയാണ് സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസമാണ് വീടിന് പുറത്തിരിക്കുകയായിരുന്ന രാജേന്ദ്രനെ സ്കൂട്ടറിലെത്തിയ മൂന്നംഗ സംഘം മർദ്ദിച്ചത്. റോഡിൽ കിടന്ന കല്ലുകളെടുത്ത് എറിയുകയും തുടർന്ന് തടിക്കഷ്ണം കൊണ്ട് രാജേന്ദ്രനെ അടിക്കുകയും ചെയ്തു. അതിൽ ഒരുത്തൻ നല്ല വെളുത്തതും തെളിഞ്ഞതുമാണ്, നെറ്റിലിട്ട് മുടിയില്ല. അങ്ങനെയുള്ള ഒരുത്തനും അവൻ്റെ കളർ ഷർട്ട്, റോസ് കളർ ഷർട്ട്, ഒരുത്തന്നെ നീല ഷർട്ട്, ഒരുത്തനൊരു വെള്ളയ്ക്കകത്ത് ഈ കുറുകെ മുറിയൊക്കെ ലൈനുള്ള ഷർട്ട്, അങ്ങനെ ഒരു മൂന്ന് പേര്. ഈ നീല കുറുകെ ഷർട്ട് ഉള്ളവനാണ് ആദ്യം ഉയരം കുറവുള്ളത്. ഇവരെ കണ്ടാൽ പിന്നെ ഒരു സർക്കാർ ജോലിക്കാരൻ്റെയൊക്കെ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഗൾഫുകാരൻ്റെയൊക്കെ സാധ്യതയുള്ള കുമാരന്മാർ ആ മോഹം കണ്ടിട്ട് അങ്ങനെയൊക്കെ, അതായത് കൂലിപ്പണിക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരെ. അങ്ങനെ സാദൃശ്യമുള്ളവന്മാർ ഇവിടെ ഉള്ളവരല്ല, ഞാൻ കണ്ടിട്ടില്ല അവരെ. മർദ്ദനത്തിൽ കൈക്കും കാലിനും പരിക്കേറ്റ രാജേന്ദ്രനെ പുനലൂർ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പോലീസിൽ പരാതി നൽകിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയാണ് ആക്രമികൾ മടങ്ങിയതെന്നും രാജേന്ദ്രൻ പറഞ്ഞു. അവൻ കൃഷിപ്പണി ചെയ്ത് ഇങ്ങനെ ജീവിക്കുക, വെറ്റക്കൊടി അത് ഇതൊക്കെ ചെയ്തേക്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നെന്ന് നമ്മളത് ഞാനിവിടെ ഇല്ലായിരുന്നു. പിന്നെ അന്നപ്പം ഈ മണിയും ആൾക്കാരെല്ലാം പറഞ്ഞാടിയുന്നത്. പിന്നെ ഇന്നലെ ഞാനാണ് അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രാത്രി പിന്നെ 5 പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി വെച്ചൊക്കെ പോയത് ഞാനാണ്. ഇതൊക്കെ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നോ അവരെ അവൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവനെ മാരമായിട്ട് അവരെ മർദ്ദിച്ചു എന്നുള്ള നമുക്ക് കണ്ടാൽ അറിയാം. അതുപോലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിനുള്ള നടപടി നല്ല രീതിയിൽ നടത്തണമെന്നാണ് ഈ ജനങ്ങളുടെ ഓട്ടക്കാരല്ലേ ഞാൻ പറയുന്നത്. സംഭവത്തിൽ രാജേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.